ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും തന്നെ ഒരു നാടൻ ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടോ വരുന്നത്. അപ്പം ഇന്ന് തിരക്കും കാര്യങ്ങളൊന്നുമില്ല, മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചങ്ങാണ്ട് റേഷനരി ആട്ടോ തീമിടുന്നത്. അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായി വന്നപ്പം അരിയൊക്കെ നല്ലോണം കഴുകിക്കണം കേട്ടോ. പിന്നെ ചൂടുവെള്ളം കൊണ്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കഴുകി പിന്നെ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമുക്ക് മീൻ ഫ്രൈൻ്റെ മസാല ഒന്ന് നോക്കട്ടോ. അപ്പോൾ മീനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ചോർന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടീസ്പൂണ് മുളകും പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി 1/2 സ്പൂണ്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു, പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ ഞാൻ മീൻ പൊരിച്ചെടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിനാഗിരി പുളിക്ക് ഒഴിച്ചു കൊടുക്കലുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കട്ടോ. അതൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇനി കറിയായിട്ട് വെള്ളരിക്കാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക നല്ലോണം തൊലി കളഞ്ഞങ്ങാണ്ട് ക്ലീൻ ചെയ്തങ്ങാണ്ട് കട്ട് ചെയ്ത് കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2 ചെറിയ തക്കാളി അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ എരിവിന് നമ്മളെ കാന്താരി ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലുണ്ടായ കാന്താരിയാണ് കേട്ടോ. അത് കുറച്ച് അത് ഇട്ട് കൊടുത്തേക്കണം. ഇത് പിന്നെ അധികം എരിവ് ഉണ്ടാവില്ല, ചെറിയ കാന്താരിൻ്റെ അത്ര എരിവ് ഇതുണ്ടാവില്ല. അങ്ങനെ അത് ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പേരിയായിട്ട് നമ്മളെ ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ സെറ്റായി. അങ്ങനെ നമ്മളെ വെള്ളരിക്ക വെന്തിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകം കുറച്ചും അതേപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ചധികം വെളുത്തുള്ളി 2 അല്ലി ഇട്ടുങ്ങാണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് പുളി ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. വെള്ളത്തിലാക്കി പിഴിഞ്ഞ് ഒഴിച്ചാൽ നമുക്ക് വെള്ളം കയറും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. നമ്മളെ കറി കടുകും ഉലുവ ഇട്ടുകൊണ്ട് നമുക്ക് തൂമിച്ചെടുക്കാം കേട്ടോ. മീനൊക്കെ അവിടെ കിടന്ന് വേവട്ടെ.
കേട്ടോ. അതിൻ്റെ ഇടയിൽ 2 കേക്കിന് ഓർഡർ വന്നിരിക്കണേ. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.